പൂക്കളത്തിനു പൂക്കൾ പറിക്കേണ്ടേ, മുറ്റത്തു നല്ലൊരു പൂക്കളം നാളെ നമുക്കും ഒരുക്കേണ്ടേ. അത്തം മുതലുള്ള 10 നാൾ മുറ്റത്തു പൂക്കളം തീർത്തിടണം. എന്നും അതിനായി കൂട്ടരെല്ലാം നിങ്ങൾ പൂക്കൾ പറിച്ചിടണം. തുമ്പപ്പൂ വേണം, തുളസിയും വേണം, മന്ദാരപ്പൂവും വേണം, ചെത്തിപ്പൂ, ചെമ്പകം, ചെമ്പരത്തി ഇവയെല്ലാം പറിച്ചിടണം. അത്തം പുലർന്നല്ലോ മുത്തച്ഛ, ഞങ്ങൾ വേഗം കുളിച്ചൊരുങ്ങി, മുറ്റത്തു ചാണകം തേച്ചു മെഴുകി പൂക്കൾ ഒരുക്കി വച്ചു. ഉള്ളിൽ വാമനമൂർത്തിയെ ധ്യാനിച്ചു ദീപം കൊളുത്തി വയ്ക്കൂ. കൂട്ടരോടൊപ്പം ഭംഗിയെഴുന്നൊരു പൂക്കളമിട്ടോളൂ. 3 അടി മണ്ണിനെ മൂലോകമാക്കി അളന്നൊരാ വിഷ്ണുദേവൻ, തൃക്കാക്കര തന്നിൽ വാണരുളുന്നല്ലോ വാമനമൂർത്തിയായി. വന്നല്ലോ പൊൻതിരുവോണം, ഇന്നല്ലോ പൂത്തിരുവോണം, നാമെല്ലാം ഒന്നാമോണം, നാടെങ്ങും ഉത്സവമോണം. പുന്നെല്ല് കൊയ്യണം, പുത്തനൊടുക്കണം, പുത്തരിച്ചോറും വേണം, 10 നാളത്തം മുതൽ പൂക്കളും തീർക്കേണം. പൂക്കളം മുത്തച്ഛ കാണുവാൻ ഭംഗിയില്ലേ, എങ്കിൽ ഞങ്ങൾക്ക് പൊന്നോണ നാളിൻ ചരിത്രം അറിഞ്ഞിടണം. കേരള നാടിന്റെ ഉത്സവമാണല്ലോ എന്നെന്നും പൊന്നോണം. ലോകത്തിലെങ്ങും മലയാളി മക്കളിതാഘോഷമാക്കിയിടുന്നു. അഹംഭാവമാകും മഹാബലിയെ സത്യമാകുന്ന നാരായണൻ ഭൂമിയിൽ നിന്നും ചവിട്ടി താഴ്ത്തിയ ഓർമ്മയല്ലോ പൊന്നോണം. ആ കഥ ഇപ്പോൾ വിസ്തരിച്ചൊന്നു കേൾക്കുവാൻ മോഹമായി, ഞങ്ങൾക്കു വേഗം പറഞ്ഞു തരൂലേ മഹാബലി തൻ കഥകൾ. ഭക്തപ്രഹ്ലാദന്റെ പൗത്രനായുള്ള വീരോചന പുത്രനല്ലോ പണ്ടുനാൾ കേരളം വാണ മഹാബലി എന്നൊരു ചക്രവർത്തി. അദ്ദേഹം നാടു ഭരിച്ച നാളെങ്ങും സമൃദ്ധി നിറഞ്ഞിരുന്നു. കള്ളവുമില്ല, ചതിവുമില്ല, എങ്ങുമില്ല പൊളിവചനം. ഒന്നല്ലോ എല്ലാവരും, അന്നാണല്ലോ നല്ല കാലം. ഒന്നല്ലോ എല്ലാവരും, അന്നാണല്ലോ നല്ല കാലം. നാടു ഭരിച്ചിട്ടെങ്ങനെയായി കഥ, മഹാബലവാനായ രാജാവിൻ ജീവിതം എങ്ങനെയായി പിന്നെ. പാലാഴിയിൽ നിന്ന മൃദു കടയുവാൻ ദേവേന്ദ്രൻ അന്നൊരിക്കൽ മഹാബലിയോടു സഹായം ചോദിച്ചു. മാവേലി സമ്മതിച്ചു. ദേവഗണങ്ങളും അസുരരും ചേർന്നു കടഞ്ഞല്ലോ പാലാഴി. ആ മൃദു കുടിച്ചപ്പോൾ യുദ്ധമായി ഇന്ദ്രൻ മഹാബലിയെ വധിച്ചു. കഷ്ടമാണല്ലോ ഇതൊക്കെയും കേൾക്കുമ്പോൾ ദുഃഖമുണർന്നിടുന്നു. പിന്നെ നടന്ന കഥകൾ അറിയുവാൻ ആഗ്രഹമേറിയല്ലോ. ദൈത്യഗുരുവായ ശുക്രാചാര്യർ വേഗമവിടെ എത്തി. മൃതസഞ്ജീവനി വിദ്യയാൽ ജീവൻ കൊടുത്തു മഹാബലിക്ക്. വീണ്ടും ദേവഗണങ്ങളുമായി യുദ്ധം തുടങ്ങിയല്ലോ. ഘോരയുദ്ധത്തിനൊടുവിൽ മഹാബലി ഇന്ദ്രനെ തോൽപ്പിച്ചു. ഓണമായല്ലോ പൊന്നോണം, മനസ്സിൽ പൊന്നോണം.
യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടെങ്ങനെയായി കഥ ദേവലോകത്തിനധിപനായി മാറിയോ ഒന്നു പറഞ്ഞു തരൂ. ധർമ്മിഷ്ഠനായ മഹാബലി ലോകങ്ങൾ മൂന്നും ഭരിച്ചുവല്ലോ. ലോകത്തിലെങ്ങും സമൃദ്ധി നിറഞ്ഞല്ലോ, ഐശ്വര്യമേറിയല്ലോ. ദേവകളെല്ലാം ദുഃഖിതരായി പാലാഴി തന്നിലെത്തി. ശ്രീഹരിയോടെല്ലാ സങ്കടവും ചൊല്ലി കൈകൂപ്പി നിന്നുവല്ലോ. ദേവഗണങ്ങൾ തൻ ദുഃഖങ്ങൾ കേട്ടപ്പോൾ എന്തു പറഞ്ഞു വിഷ്ണു? ഇന്ദ്രനു സ്വർഗം തിരികെ ലഭിക്കുവാൻ എന്തു ചെയ്തു ഭഗവാൻ? വാമനനായി ഞാൻ ഭൂമിയിൽ വന്നവതാരം ചെയ്യുമെന്ന് ദേവഗണങ്ങളോടന്നരുളി ചെയ്തു ശ്രീ മഹാവിഷ്ണുദേവൻ. വിഷ്ണുദേവന്റെ ഈ വാക്കുകൾ കേട്ടെന്നു ദേവകൾ സന്തുഷ്ടരായി സ്വർഗലോകത്തെ തിരിച്ചു ലഭിക്കുവാൻ കാത്തിരിക്കാൻ തുടങ്ങി. വന്നല്ലോ പൊൻതിരുവോണം, ഇന്നല്ലോ പൂത്തിരുവോണം, നാമെല്ലാം ഒന്നാകുവോണം, നാടെങ്ങും ഉത്സവമോണം. ഉണ്ണെല്ല് കൊയ്യണം, പുത്തനൊടുക്കണം, പുത്തരിച്ചോറുണ്ണേ